ഈ സിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും മനം മടുപ്പിക്കുന്ന ജനത്തിരക്കും ഗതാഗത തടസ്സവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന്. പക്ഷേ ഇടുക്കിക്കാരെ സംബന്ധിച്ച് 3 റോഡ് കൂടുന്ന ചെറു കവലകളും അവർക്ക് സിറ്റിയാണ്. നിരവധി സിറ്റികൾ അങ്ങനെയുണ്ട്. ബാലംപിള്ള സിറ്റി, കുരുവിള സിറ്റി. ഞാനിപ്പോൾ ഉള്ളത് ആത്മാവ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമുക്ക് ഈ ആത്മാവ് സിറ്റിയുടെ കഥ അല്ലെങ്കിൽ ആത്മാവ് സിറ്റിയുടെ ആത്മാവിനെ പറ്റി ഒന്ന് ചോദിച്ചറിയാം. ഇടുക്കി ജില്ലയിലെ സേനാപതി പഞ്ചായത്തിലെ 3 റോഡുകൾ ചേരുന്ന ഒരു ചെറു കവലയാണ് ആത്മാവ് സിറ്റി. ഒരു കുഞ്ഞു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ആർട്സ് ക്ലബ്ബും പലചരക്ക് കടയും അതിനോട് ചേർന്നുള്ള ഒരു ചായക്കടയും ഇത്രയും ചേർന്നതാണ് ഈ സിറ്റി. ഒറ്റനോട്ടത്തിൽ പഴയകാല മലയാള ചലച്ചിത്രങ്ങളിൽ നാം കണ്ടിട്ടുള്ള ഒരു തനി നാടൻ കവലയാണിത്. ഈ സ്ഥലത്തിൻ്റെ വ്യത്യസ്തമായ പേരിന് പിന്നിൽ രസകരമായ ഒരു കഥയുമുണ്ട്. എൻ്റെ പേര് സദാനന്ദൻ. നമ്മുടെ ഈ സ്ഥലത്തിന് ആത്മാവ് സിറ്റി എന്ന് പേര് പറയാൻ അതിവിടെ കുടിയേറ്റ കാലത്ത് ഒരു ക്ഷയരോഗമൊക്കെ ബാധിച്ച ഒരു പാവം മനുഷ്യൻ ഒരു ചായക്കട നടത്തിയിരുന്നു. ഈ ഇതേ സ്ഥലത്ത് അത് തന്നെ അത് അവിടെയായിരുന്നു ആ ക്ലബിരിക്കുന്നത്. അപ്പോൾ അയാളെ എല്ലാവരും ആത്മാവ് എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. അത് ചുമ്മാ അസ്ഥി മാത്രമേ ഉള്ളൂ, ആരോഗ്യമൊന്നും ഇല്ല. അങ്ങാരൊക്കെ പോയിട്ട് ഒരുപാട് കാലങ്ങളായി. അങ്ങനെ പിന്നെ ഇവിടെ ആത്മാവ് സിറ്റി എന്ന് പേര് വന്നു. അയാളെ ആത്മാവെന്നായിരുന്നു ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടേക്ക് വരുന്ന ഏതൊരാളും പ്രദേശവാസികളോട് ആദ്യം ചോദിക്കുന്നത് ആത്മാവ് സിറ്റി എന്ന സ്ഥലനാമത്തിന് പിന്നിലെ കഥയെക്കുറിച്ചാണ്. പുതുതലമുറയിലെ പലർക്കും ആ കഥ വ്യക്തമായി അറിയണമെന്നില്ല. സ്ഥലനാമത്തിൽ കൗതുകം തോന്നുന്നവർക്ക് കഥ പറഞ്ഞു നൽകാൻ കുറച്ച് പ്രായമേറിയവർ ഇവിടെയുണ്ട്. ഒരാളെ കളിയാക്കി വിളിച്ച പേര് ഒരു സ്ഥലത്തിൻ്റെ പേരായി മാറിയ അപൂർവതയും പേറി ആത്മാവ് സിറ്റി ഇവിടെ ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, കുമളി.